മഹാരാഷ്ട്രയിലെ ബദ്ലാപൂരിന് സമീപം കഴിഞ്ഞ ദിവസം ഉണ്ടായ ദാരുണമായ കാർ അപകടത്തിൽ മരിച്ചവരിൽ മലയാളി യുവതിയും കോട്ടയം സ്വദേശിയും മുംബൈ ബാന്ദ്രയിൽ താമസക്കാരിയുമായ റബീക്ക ജേക്കബ്, സുഹൃത്ത് ബദ്ലാപൂർ സ്വദേശിയുമായ യോഗേഷ് നേഗി എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. റബീക്കയുടെ പിറന്നാൾ ആഘോഷത്തിനിടയിലാണ് ദാരുണമായ സംഭവം. നിർമ്മാണത്തിലിരിക്കുന്ന മുംബൈ ഡൽഹി എക്സ്പ്രസ് വേയിൽ തദ്ദേശവാസികളുടെ കണ്ണ് വെട്ടിച്ച് നടക്കുന്ന അനധികൃത ഡ്രാഗ് റേസിംഗിന്റെയും സ്റ്റണ്ട് ബൈക്ക് റൈഡിംഗിന്റെയും ഒടുവിലത്തെ ഇരകളാണ് മരിച്ച രണ്ട് യുവാക്കളും പോലീസ് പറയുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോമയിലായ ആഡംബര കാറിന്റെ ഡ്രൈവറും പ്രമുഖ വ്യവസായിയുടെ മകനുമായ അങ്കദ് ഗില്ലിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ കടുത്ത വകുപ്പുകൾ പ്രകാരം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. അങ്കദിന്റെ രക്തസാമ്പിളുകൾ ലഹരി പരിശോധനയ്ക്കായി ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് കാറിലുണ്ടായിരുന്നവർ ചിത്രീകരിച്ച സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ദൃശ്യങ്ങൾ നാടിനെ നടുക്കുന്നതാണ്. ആഡംബര സ്പോർട്സ് കാറായ BMW Z4 കൺവേർട്ടബിളിന്റെ സ്പീഡോമീറ്റർ സൂചി കാണിക്കുന്നത് മണിക്കൂറിൽ 251 കിലോമീറ്റർ എന്ന അമ്പരപ്പിക്കുന്ന വേഗതയാണ്. ഈ മരണപ്പാച്ചിലിനിടയിലാണ് വാഹനം നിയന്ത്രണം വിട്ട് റോഡരികിലെ ഡിവൈഡറിലും അതിനുശേഷം ഉണ്ടായിരുന്ന റോഡരികിലെ വലിയ ഇരുമ്പ് തൂണിലും ഇടിച്ചു തകർന്നത്. ഇടിയുടെ ആഘാതത്തിൽ കോടികൾ വിലമതിക്കുന്ന സ്പോർട്സ് കാർ പൂർണ്ണമായും തകർന്ന് റോഡിൽ പല ഭാഗങ്ങളിലായി ചിതറിത്തെറിച്ചു. കാറിന്റെ എഞ്ചിനും മറ്റു പ്രധാന ഭാഗങ്ങളും സംഭവ സ്ഥലത്തു നിന്നും വലിയ ദൂരത്തിലാണ് തെറിച്ചു വീണത്. അപകട സമയത്ത് വാഹനം കുറഞ്ഞത് 200 കിലോമീറ്ററിലധികം വേഗതയിലായിരുന്നുവെന്ന് താനെ DCP സച്ചിൻ ഗോറെ സ്ഥിരീകരിച്ചു. പോലീസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ അനുസരിച്ച് BMW Z4 ഒരു 2 സീറ്റർ സ്പോർട്സ് കാറാണ്. എന്നാൽ ഈ വാഹനത്തിൽ 3 പേരാണ് യാത്ര ചെയ്തിരുന്നത്. അങ്കദ് ഗിൽ ഡ്രൈവിംഗ് സീറ്റിലും പിറന്നാൾ ആഘോഷിച്ചിരുന്ന യോഗേഷ് നേഗി പാസഞ്ചർ സീറ്റിലുമായിരുന്നു. 2 സീറ്റുകൾക്ക് മധ്യത്തിലായി നിൽക്കുന്ന രീതിയിലാണ് റബീക്ക ജേക്കബ് യാത്ര ചെയ്തിരുന്നതെന്നാണ് പോലീസ് നിഗമനം. വാഹനം ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയ നിമിഷം കാറിന്റെ മുകൾ ഭാഗം തുറന്ന നിലയിലായതിനാൽ റബീക്ക വായുവിൽ ഏതാണ്ട് 30 മീറ്ററോളം ദൂരേക്ക് തെറിച്ചു വീണു. വീഴ്ചയുടെ ആഘാതത്തിലാണ് റബീക്ക മരണപ്പെടുന്നത്. ഡിവൈഡറിൽ ഇടിച്ച ശേഷം കാർ റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് വീണ്ടും ഇടിച്ചു കയറിയപ്പോഴാണ് പാസഞ്ചർ സീറ്റിലിരുന്ന യോഗേഷ് നേഗിക്ക് മാരകമായ പരിക്കേൽക്കുന്നതും സംഭവ സ്ഥലത്തു തന്നെ ജീവൻ നഷ്ടപ്പെടുന്നതും. വാഹനം ഓടിച്ചിരുന്ന അങ്കദ് സീറ്റ് ബെൽറ്റ് ധരിച്ചതിനാലും എയർ ബാഗുകൾ യഥാസമയം പ്രവർത്തിച്ചതിനാലുമാണ് ജീവനോടെ അവശേഷിച്ചത്. എന്നാൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ കല്യാണിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. റബീക്കയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനായാണ് ഇവരെല്ലാം ശനിയാഴ്ച രാത്രി ഒരുമിച്ച് കൂടിയതെന്നാണ് വിവരം. ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിലെ സഹപ്രവർത്തകരായിരുന്നു മരിച്ച റബീക്കയും യോഗേഷും. രാത്രി വൈകി കേക്ക് മുറിച്ച ശേഷമാണ് മൂവരും ചേർന്ന് അങ്കദിന്റെ BMW കാറിൽ അതിവേഗ റൈഡിനായി ഇറങ്ങിയത്. ഏറെ ആഹ്ലാദത്തോടെ തുടങ്ങിയ ജന്മദിന ആഘോഷമാണ് മിനിറ്റുകൾക്കകം ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്ത വൻ ദുരന്തമായി മാറിയത്. വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് നിന്നും മുംബൈയിലേക്ക് കുടിയേറിയതാണ് റബീക്കയുടെ കുടുംബം. നിർമ്മാണത്തിലിരിക്കുന്ന മുംബൈ ഡൽഹി എക്സ്പ്രസ് വേയിൽ ബദ്ലാപൂരിലെ ബോജ് ഗ്രാമം മുതൽ ഭീവണ്ടി വരെയുള്ള 26 കിലോമീറ്റർ പാതയാണ് യുവാക്കളുടെ അപകടകരമായ അഭ്യാസ പ്രകടനങ്ങൾക്ക് വേദിയാകുന്നത്. ഈ പാതയുടെ സിവിൽ ജോലികൾ ഭൂരിഭാഗവും പൂർത്തിയായെങ്കിലും ഔദ്യോഗികമായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടില്ല. അതിനാൽ തന്നെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയ കോൺക്രീറ്റ് ബ്ലോക്കുകളും മണ്ണു നിറച്ച വലിയ ഡ്രമ്മുകളും അധികൃതർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ തദ്ദേശവാസികളായ ചില വ്യക്തികളുടെ സഹായത്തോടെ റേസിംഗ് കമ്പക്കാരായ യുവാക്കൾ ഈ തടസ്സങ്ങൾ ബലം പ്രയോഗിച്ചു മാറ്റുകയും രാത്രികാലങ്ങളിൽ വാഹനങ്ങളുമായി പാതയിലേക്ക് അതിക്രമിച്ച് കയറുകയും ചെയ്യുക പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ ഈ ചെറിയ പാതയിൽ മാത്രം അമിത വേഗത കാരണം 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മാത്രമല്ല വൈകുന്നേരമാകുന്നതോടെ ഈ വിജനമായ പാതയിൽ കാറുകളും ബൈക്കുകളും റേസിംഗിനായി എത്താറുണ്ടെന്നും പരസ്യമായ മദ്യപാന പാർട്ടികളും ബൈക്ക് സ്റ്റണ്ടുകളും ഇവിടെ പതിവാണെന്നും ഏരഞ്ചോട് ഗ്രാമവാസിയായ രൂപേഷ് ബോയർ ആരോപിച്ചു. നിർമ്മാണ കമ്പനിയുടെ സെക്യൂരിറ്റി ജീവനക്കാർ ഇവരെ തടയാൻ ശ്രമിച്ചാൽ കായികാക്രമണവും ഭീഷണിയുമാണ് നേരിടേണ്ടി വരുന്നത്. അപകടത്തെ തുടർന്ന് ബദ്ലാപൂർ വെസ്റ്റ് പോലീസ് സാരമായ വീഴ്ച വരുത്തിയ ഡ്രൈവർ അങ്കദ് ഗില്ലിനെതിരെ കേസെടുത്തു. നിർമ്മാണത്തിലിരിക്കുന്ന എക്സ്പ്രസ് വേയിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് പൂർണ്ണമായും തടയാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പാത പൂർണ്ണമായും അടച്ചുപൂട്ടണമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. യുവാക്കളുടെ വേഗതയോടുള്ള ഭ്രമവും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള യാത്രയും വീണ്ടും 2 വിലപ്പെട്ട ജീവനുകളാണ് ഇല്ലാതാക്കിയത്.